കൂടുമോ ഹരിപത്നിയെ ശശത്തിന്? ശശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെ? എ രാവണനെ, ബി ബാലിയെ, സി ലക്ഷ്മണനെ, ഡി മരിജനെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എ രാവണനെ. ലോക്ക് ചെയ്യട്ടെ? 100%. എന്നാ ഞാൻ ലോക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ലോക്ക് ചെയ്തു. സന്ദർഭം പറ. അതായത് രാവണൻ ഭിക്ഷുവിന്റെ വേഷത്തിൽ സീതാദേവിയുടെ അടുത്ത് പോകുമ്പോൾ സീതാദേവിയോട് ആദ്യം സീതാദേവി രാവണനെ യഥാവിധി പൂജിച്ച് ഇരുത്തുന്നു. പിന്നീട് തൻ്റെ പരമാർത്ഥം സീതാദേവി വെളിപ്പെടുത്തുകയാണ്. അതിനുശേഷം അങ്ങ് ആരാണെന്നും എന്തിനാണ് വന്നത് എന്നും സീതാദേവി ചോദിക്കുന്നു. തുടർന്ന് ഞാൻ പൗലസ്ത്യനന്ദനായ രാക്ഷസ രാജ പുലസ്ത്യനന്ദനല്ല, പുലസ്ത്യന്റെ പൗത്രനാണ്. അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ പേര് വിശ്രവസ്. അപ്പോ ഞാൻ പൗലസ്ത്യനന്ദനായ രാജാവാണ്, രാവണനാണ് എന്നൊക്കെ പറയുന്നു. തുടർന്ന് സീതാദേവി പറയുകയാണ്, നിന്റെ മരണം അടുത്തിരിക്കുന്നു, സിംഹത്തിന്റെ പത്നിയെ മുയലിന് തൊടാൻ സാധിക്കുമോ എന്നാണ് ഇതിന്റെ അർത്ഥം. ഇവിടെ മുയലായി ഉദ്ദേശിക്കുന്നത് രാവണനെയാണ്. എനിക്കിപ്പോ രാമനോടോ രാവണനോടോ അല്ല ബഹുമാനം, എനിക്ക് ഇയാളോടാണ്. അടിപൊളി, എന്താ പറയാ.